ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ കീഴിൽ വീണ്ടും ഒരിക്കൽ കൂടെ ചേർന്ന് വരുവാൻ, തിരുവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞാൻ വലിയ ഒരു വെള്ളസിംഹാസനം കണ്ടു. അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് വെള്ള സിംഹാസനം അത് എവിടെയാണ് സ്ഥാപിക്കുന്നത്, എപ്പോഴാണ് അത് സ്ഥാപിക്കുന്നത്, അതിൽ പ്രധാന ജഡ്ജിയായിട്ടിരുന്ന് ന്യായം വിധിക്കുന്നത് ആരാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. പ്രധാന ജഡ്ജിയായി കർത്താവായിരിക്കും ന്യായാസനത്തിലിരിക്കുന്നത്. വീണ്ടും അതിനു മുൻപിൽ പ്രതികളായി നിൽക്കുന്ന ആ കോടതിയുടെ മുമ്പിൽ, ആ സിംഹാസനത്തിന് മുമ്പിൽ, ആ ന്യായാസനത്തിന് മുമ്പിൽ പ്രതികളായി കൊണ്ടുവന്ന് നിർത്തുന്നവർ അവർ ആരെല്ലാമാണ്? അതിൻ്റെ 12-ാമത്തെ വാക്യം, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. അപ്പോൾ അതിനു മുമ്പിൽ കൊണ്ടുവരുന്ന ന്യായവിധിക്കുവാനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന പ്രതികൾ, അവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചവർ ആബാലവൃദ്ധം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കയീൻ മുതൽ മരിച്ചവർ എല്ലാവരും, കയീൻ മുതലുള്ള ജീവിച്ചതായ ആളുകൾ, മനുഷ്യര്, അവരുടെ കൂട്ടത്തിൽ രക്ഷിക്കപ്പെടാത്തവർ എല്ലാവരും വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. രക്ഷിക്കപ്പെട്ടവർ, നമ്മളത് കഴിഞ്ഞ ന്യായാസനങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ചിന്തിച്ചതാണ്. വിശുദ്ധന്മാർ, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിൽ എടുക്കപ്പെടുന്നതായി വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കും. ജാതികൾ എന്ന് പറഞ്ഞാൽ മഹോപദ്രവ കാലത്ത് യഹൂദനെ സഹായിച്ചവർ, നന്മ ചെയ്തവർ, അതുപോലെ തന്നെ മഹോപദ്രവ കാലത്ത് രക്ഷിക്കപ്പെടുന്നവരുണ്ട്, യഹൂദന്മാരുണ്ട്, കുത്തിയവങ്കിലേക്ക് നോക്കുന്ന യഹൂദന്മാരുണ്ട്. ഇവരെല്ലാവരും തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. കയീൻ മുതൽ ജീവിച്ചിരുന്നവരിൽ രക്ഷിക്കപ്പെടാത്തവരെല്ലാവരും ആബാലവൃദ്ധം വെള്ള സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കും.
ജീവിച്ചിരിക്കുന്നവരാരും അവിടെ വരികയില്ല. മരിച്ചവർ ആബാലവൃദ്ധം. ജീവിച്ചിരിക്കുന്നവരാരും ആ സിംഹാസനത്തിന് മുമ്പിൽ വരികയില്ല. നമുക്കറിയാം, സഹസ്രാബ്ദയുഗത്തിൻ്റെ ഒടുവിൽ, 1000 ആണ്ട് വാഴ്ചയുടെ ഒടുവിൽ സാത്താൻ ഈ അഗാധകൂപത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്നതായ സാത്താനെ അഴിച്ചുവിടുകയും ഈ സാത്താൻ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുന്നവരെല്ലാവരും തീയിൽ ദഹിച്ചു പോകും. വെളിപ്പാട് 20:7 മുതൽ 10 വരെ വായിക്കുമെന്നത് കാണുന്നുണ്ട്. അവർ എല്ലാവരും മരിക്കും. 7 മുതൽ 10 വരെ നോക്കുന്നു വായിക്കുക. വെളിപ്പാട് 20:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്ക് രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നാം കാണുന്നു, അന്ന് ആ ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടി വരുത്തും. ഗോഗ് മാഗോഗ് യുദ്ധം, അവിടെ എല്ലാവരും മരിക്കും. ജീവിച്ചിരിക്കുന്നവരാരുമില്ല, എല്ലാവരും തീയിൽ ദഹിച്ചു പോകും. ബാക്കി ശേഷിക്കുന്നവർ, ആരെങ്കിലും ജീവിച്ചിരിക്കുന്നെങ്കിൽ ശേഷിക്കുന്നവരെല്ലാവരെയും ദൈവദൂതന്മാർ ഓരോന്നോരോന്നായി നുള്ളിപ്പെറുക്കി നരകത്തിലേക്ക് തള്ളും. അതാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 49-50 വാക്യങ്ങൾ നാം കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 49-50 വാക്യങ്ങൾ. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ ലോകാവസാനം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ലോകാവസാനം എല്ലാം ദ ക്രഞ്ച് ഡേ എന്നൊക്കെ പറയുന്നുണ്ട്, ഇല്ലേ? ബ്ലൂംസ് ഡേയോ ഒക്കെ ഈ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇതിനെല്ലാം ഇല്ലേ, ആദിയിൽ ഒരു വലിയ ശബ്ദത്തോടെ, ഒരു വലിയ ശബ്ദത്തിൽ ഈ പ്രപഞ്ചം ഉളവായി. അതുപോലെ തന്നെ വലിയൊരു ശബ്ദത്തിൽ ഈ പ്രപഞ്ചം ഇല്ലാതെയാകും. ഈ യൂണിവേഴ്സിന് വൈപ്പ് ഔട്ട് ചെയ്യുമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. മുഴുവൻ ഇല്ലാതെയാകും, ലോകാവസാനം. അപ്പോൾ ഈ ലോകാവസാനം എന്ന് പറയുന്നത് ഇപ്പോഴാണ്, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ അന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെടാത്തവരെല്ലാം ഓരോരുത്തരെ ബാക്കി ശേഷിക്കുന്ന ഓരോരുത്തരെയും ദൈവദൂതന്മാർ നുള്ളിപ്പെറുക്കി നരകത്തിലേക്ക് തള്ളിക്കളയും. അതുകൊണ്ട് ഈ സഹസ്രാബ്ദം കഴിയുമ്പോൾ ദുഷ്ടന്മാരാരും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടാകുകയില്ല. ജീവിച്ചിരിക്കുന്ന ഒരു ദുഷ്ടനെ വിളിച്ച് ന്യായം വിധിക്കാൻ തക്കവണ്ണം ദുഷ്ടന്മാരാരും അന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമെന്ന് നാം കാണുന്നത്. മരിച്ചവർ ആബാലവൃദ്ധം. വീണ്ടും വെളിപ്പാട് 20-ലേക്ക് നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. സമുദ്രം
തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. പാതാളം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, മരണത്തിന് കീഴ്പ്പെട്ട എല്ലാവരെയും മരണം ഏൽപ്പിച്ചു കൊടുത്തു. അതിനെടുത്ത് പറഞ്ഞിരിക്കുന്നത് മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ ശവക്കുഴി എന്ന് പറഞ്ഞിട്ടില്ല, മരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. മരണം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ മരിച്ചവരെ എല്ലാവരെയും ദഹിപ്പിച്ചവരുണ്ട്, വെള്ളത്തിൽ മരിച്ചവരുണ്ട്, പക്ഷികൾ തിന്നവരുണ്ട്. ഇല്ലേ, മരണം പലവിധമാണല്ലോ. എല്ലാവരെയും ശവക്കുഴിയിൽ അടക്കുന്നില്ല. ഇപ്പോൾ ഈ ശവസംസ്കാര രീതി തന്നെ പല വിധത്തിലുണ്ട്. പാർസികൾ അവര് ഡെഡ് ബോഡി സംസ്കരിക്കുന്നത് അത് മണ്ണിൽ സംസ്കരിക്കില്ല. ഒരു കിണറിൻ്റെ മുകളിൽ അഴി നെറ്റൊക്കെ ഇട്ടതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് ഡെഡ് ബോഡി കിടത്തും. ഡെഡ് ബോഡി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കും. പക്ഷികൾ വന്ന് ആ ഡെഡ് ബോഡി തിന്നും. ആ രീതിയിലാണ് അവർ ശവസംസ്കരണം ചെയ്യുന്നത്. അപ്പോൾ മരണം എന്നവിടെ പറഞ്ഞിരിക്കണം. മരണം ഏത് വിധത്തിൽ മരിച്ചതാണെങ്കിലും എല്ലാവരെയും ഏൽപ്പിച്ചു കൊടുക്കും. സമുദ്രവും ഭൂമിയും ആകാശവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയർ 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് എല്ലാറ്റിനുമേലും അധികാരമുള്ള സ്വർഗത്തിൻ്റെ വ്യാപാര ശക്തിയാൽ മരിച്ചവർ ആബാലവൃദ്ധം ഉയർത്തെഴുന്നേറ്റ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. സമുദ്രം തന്നിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. പാതാളത്തിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് 90 സങ്കീർത്തനം വായിക്കുന്നുണ്ട്. 90 സങ്കീർത്തനം 3-ാമത്തെ വാക്യം, അവൻ്റെ ശബ്ദം മുഴങ്ങും, സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയാൽ. സങ്കീർത്തനങ്ങൾ 90:3. മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നരുളി ചെയ്യുന്നു. മരിച്ചവർ ആബാലവൃദ്ധം സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന അവൻ്റെ വ്യാപാര ശക്തിയാൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അവൻ അരുളി ചെയ്യും. പൊടിയിലേക്ക് തിരികെ ചേർന്നവർ, മരിച്ചവർ, ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യം. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. കർത്താവ് മധ്യാകാശത്ത് മടങ്ങി വരുമ്പോൾ കല്ലറകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുകയില്ല. വിശുദ്ധന്മാർ
മാത്രമേ ആ ശബ്ദം കേൾക്കുകയുള്ളൂ. ഇവിടെ കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവർ ജീവനായി പുനരുദ്ധാനം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ മധ്യാകാശത്ത് വരവെങ്കിൽ, തിന്മ ചെയ്തവർ ന്യായവിധിക്കായി കല്ലറകളിൽ നിന്ന് അവൻ്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്കായിട്ടാണ്. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിന്നു. പാതാളം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാക്കളെല്ലാം പാതാളത്തിലാണുള്ളത്. ഇന്ന് രക്ഷിക്കപ്പെടാതെ, ക്രൂശിലെ രക്ഷ അനുഭവിക്കാതെ, രക്ഷ എന്നുള്ളത് സ്വന്തമാക്കാതെ മരണം മൂലം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ രക്ഷിക്കപ്പെടാത്തതായ ഒരു മനുഷ്യൻ്റെ ആത്മാവ് പാതാളത്തിലാണുള്ളത്. പാതാളത്തിൽ, അധമ പാതാളം എന്ന് പറയും. അധമ പാതാളം 86 സങ്കീർത്തനം 13 വാക്യം നമുക്കൊന്ന് വായിക്കുക. 86 സങ്കീർത്തനം 13 വാക്യം. നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അധമ പാതാളം. ധനവാന്റെയും ലാസറിൻ്റെയും കാര്യം കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 16 അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് വിവരിക്കാൻ സമയം എടുക്കുന്നില്ല. അവിടെ അതിൻ്റെ 23 വാക്യം നാം വായിക്കുമ്പോൾ ധനവാൻ പാതാളത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്താണ്, പോകുന്നത്. മേലോട്ട് നോക്കിയാണ് ലാസറിനെ കാണുന്നത്. താഴെയാണത്. അപ്പോൾ അധമ പാതാളം താഴെയാണ്. പാപികളും ദുഷ്ടന്മാരുമായിട്ടുള്ളവര്, രക്ഷിക്കപ്പെടാത്തവര്, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവര്, ജീവിച്ചിരിക്കുന്ന കാലം ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവര് ചെന്നെത്തുന്നതായ സ്ഥലം അധമ പാതാളം. അവിടെ കിടക്കണം. ഈ ധനവാനായ മനുഷ്യൻ അവിടെ ആ അധമ പാതാളത്തിൽ എത്തിയിട്ട് ഏതാണ്ട് 2000 പരം വർഷം കഴിഞ്ഞു എന്ന് അവിടെ കിടക്കുകയാണ്. ഏതാണ്ട് കർത്താവ് ഒരു സംഭവം പറയുന്നതായിട്ടാണ് ആ കാര്യം പറയുന്നത്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ട് എന്ന് കരുതുക എന്നല്ല. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിന് അറിയാവുന്നതായൊരു മനുഷ്യൻ, ആ കാലയളവിൽ ജീവിച്ചിരുന്നതായൊരു മനുഷ്യൻ, മരിച്ചതായ ഒരു മനുഷ്യൻ എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ മരിച്ച് ഏതാണ്ട് 2000 വർഷമായി ഇന്ന് ആ അധമ പാതാളത്തിൽ, യാതന സ്ഥലത്ത് ആ ആത്മാവ് യാതന അനുഭവിച്ച് കഴിയുകയാണ്. യാതനാസ്ഥലം തന്നെ ഈ പാപികളും ദുഷ്ടന്മാരുമായിട്ടുള്ളവർ മരിച്ചവർ പോകുന്ന സ്ഥലം തന്നെ പല സ്ഥലങ്ങളുണ്ട്, പല പേരുകൾ പറയുന്നുണ്ട്. യാതനാസ്ഥലം എന്ന് നാം കാണുന്നുണ്ട്, അഗാധ കൂപം എന്ന് നാം കാണുന്നുണ്ട്, ഏറ്റവും പുറത്ത് ഇരുട്ട് എന്ന് നാം കാണുന്നുണ്ട്, അധമപാതാളം എന്ന് നാം കാണുന്നുണ്ട്. ഇങ്ങനെയുള്ളതായ സ്ഥലത്തേക്കാണ് പാപികളൊക്കെ പോകുന്നത്. എന്നാൽ ഒരു വിശുദ്ധൻ മരിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകും. അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നതും പല വിശേഷ അനുഭവങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നെല്ലാം തിരുവചനം പറയുന്നുണ്ട്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. അങ്ങനെയുള്ളതായ ആ അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന ആ പറുദീസയുടെ അനുഭവത്തിലേക്ക് ഒരു വിശുദ്ധൻ മരിച്ചാൽ ആത്മാവ് കടന്നു ചെല്ലുന്നു. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെയുള്ളതായ കാലം, മധ്യാകാശ വരവ് വരെയുള്ളതായ കാലം അവിടെ വിശ്രമിക്കുന്നു. ഒരു പാപി മരിച്ചാൽ
ഈ അധമ പാതാളത്തിലേക്ക്, യാതനാ സ്ഥലത്തിലേക്ക്, ഈ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടുന്നു. അവിടെ യാതന അനുഭവിച്ച് കഴിയുന്നു. ഈ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി വരെയുള്ളതായ കാലം അവിടെ യാതന അനുഭവിച്ച് കഴിയണം. അപ്പോൾ ഓർക്കണം, ഈ ന്യായാസനത്തിന് മുമ്പാകെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി, പ്രധാന ജഡ്ജിയായിട്ടിരുന്ന ന്യായം വിധിക്കുന്നത് ക്രിസ്തുവാണ്. അവിടെ പ്രതികളായി ന്യായം വിധിക്കാനായി വന്നിൽക്കുന്നവർ, മരിച്ചവർ ആബാലവൃദ്ധം, കയീൻ മുതലുള്ള രക്ഷിക്കപ്പെടാത്തതായ മനുഷ്യരെല്ലാവരും ആ സിംഹാസനത്തിന് മുമ്പിൽ വന്ന് നിൽക്കും. ഇനി അവിടെ സാക്ഷികളുണ്ട്. ഒരു കോടതി നാം സങ്കല്പിക്കുക. ഒരു കോടതിയിൽ സാക്ഷികളുണ്ട്, സാക്ഷി പറയും. അവിടെ കൊണ്ടുവരുന്നതായ സാക്ഷികൾ ആരെല്ലാമാണ്? ഹബക്കൂക്ക് 2:11 നമുക്കൊന്ന് വായിക്കാം. ഹബക്കൂക്ക് 2:11. ആ കോടതിയുടെ മുമ്പിൽ സാക്ഷികളുണ്ട്. ന്യായം വിധിക്കാനായിട്ട് തുറക്കുന്നതായ പുസ്തകങ്ങളുണ്ട്. പ്രധാനമായി 3 പുസ്തകങ്ങൾ തുറക്കപ്പെടും. തിരുവചനം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണമാണ് ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡുണ്ട്, നിയമമുണ്ട്. ആ നിയമപ്രകാരമാണ് കോടതി ശിക്ഷിക്കുന്നത്. ഓരോ കുറ്റങ്ങൾക്കും നിയമങ്ങളുണ്ട്. ആ നിയമത്തിനൊടുത്ത ശിക്ഷാവിധി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ന്യായം വിധിക്കാനായി തുറക്കപ്പെടുന്നതായ പുസ്തകങ്ങളുണ്ട്. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനടുത്ത ന്യായവിധിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കോടതി, ആ ന്യായാസനം, പ്രധാന ജഡ്ജിയായിരിക്കുന്നത് ക്രിസ്തു, ന്യായം വിധിക്കാനായിട്ട് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നവർ, മരിച്ചവർ, ആബാലവൃദ്ധം, രക്ഷിക്കപ്പെടാതെ മരിച്ചവർ എല്ലാവരും. സാക്ഷി പറയുന്നത് ആരെല്ലാമാണ്? ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. ചുവരിൽ നിന്ന് കല്ല് സാക്ഷ്യം പറയും, മരപ്പണിയിൽ നിന്ന് തുലാൻ സാക്ഷ്യം പറയും എന്ന് പറഞ്ഞാൽ, എന്നെയും നിങ്ങളെയും വിളിച്ചു നിർത്തി ഓർമ്മയുടെ പുസ്തകം തുറന്ന് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടി വന്നാൽ ആ സിംഹാസനത്തിന് മുമ്പിൽ വിളിച്ചു നിർത്തി പുസ്തകം തുറന്നു ഓരോന്നും വായിക്കും. ചെയ്തതായ കുറ്റങ്ങൾ ഓരോന്നും വായിക്കും. ഈ മരണവും പാതാളവുമെല്ലാം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു റിപ്പോർട്ടോടെയാണ് FIR, പോലീസ് കൊടുക്കുമ്പോൾ FIR കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്തതായ റിപ്പോർട്ടുമായിട്ടാണ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മെ വിസ്തരിക്കുമ്പോൾ സാക്ഷി പറയാനായിട്ട് വരുന്നവരാരെല്ലാമാണ്? ചുവരിലെ കല്ല് സാക്ഷ്യം പറയുമെന്ന് ആരും കണ്ടില്ല, ആരും പറഞ്ഞില്ല. എന്നാൽ പാപത്തിന് സാക്ഷ്യം വഹിക്കുന്നതായ ചുവരിലെ കല്ല് സാക്ഷ്യം പറയും. മരപ്പണിയിൽ നിന്ന് ഫർണിച്ചറുകൾ സാക്ഷ്യം വഹിക്കുന്നതായ ഫർണിച്ചറുകൾ അതിന് സാക്ഷ്യം പറയും. 50-ാം സങ്കീർത്തനം 4-ാം വാക്യം. 50-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ആകാശവും ഭൂമിയും സാക്ഷ്യം പറയാനായിട്ട് നിൽക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും. അപ്പോൾ ഭൂമിയിലല്ല ഇത് നടക്കുന്നത്, ഏതോ ഒരു അജ്ഞാതസ്ഥലത്ത്.
ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. സാക്ഷ്യം വഹിക്കുന്നതായ മണ്ണ്, ഭൂമി, ആകാശം, മരപ്പണിയിൽ നിന്ന് ഫർണിച്ചറുകൾ, മരപ്പണിയായ ഫർണിച്ചറുകൾ, ചുവരിലെ കല്ല്, ഇതെല്ലാം സാക്ഷ്യം പറയാനായിട്ട് വരും. 50-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 17 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 50-ാം സങ്കീർത്തനത്തിൻ്റെ 17 മുതലുള്ളതായ വാക്യങ്ങൾ. ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവോ വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തിവെക്കും. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ അവയെല്ലാം നിരത്തിവെക്കും. അന്ന് നിനക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല, അന്ന് നിനക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇതെല്ലാം നിന്റെ കണ്ണിന് മുമ്പിൽ ഞാൻ നിരത്തിവെക്കും. എങ്ങനെയായിരിക്കും അതെല്ലാം നിർത്തിവെക്കുന്നത്? എങ്ങനെയായിരിക്കും? ഇതെല്ലാം ഒരു മനുഷ്യൻ ജനിച്ച കാലം മുതൽ മരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവൻ പറയുന്ന ഓരോ വാക്കുകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ കോടതിയുടെ മുമ്പ് നിൽക്കുമ്പോൾ അത് ഓരോന്നോരോന്നായി അവിടെ പ്രദർശിപ്പിക്കും. അവിടെ എല്ലാവരും കാണത്തക്കവണ്ണം അതെല്ലാം നിരത്തിവെക്കും. സാക്ഷി പറയാൻ ചുവരിൽ നിന്ന് കല്ലും ഫർണിച്ചറുകളും ആകാശവും ഭൂമിയും എല്ലാം നിൽക്കും. ഇതൊക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം മനുഷ്യൻ പറയുന്ന ഏത് നിസാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യിക്കാൻ പറ്റുക എന്നല്ലെന്ന് നമുക്കറിയാം. ഇന്നിതെല്ലാം ഒരു 10 കൊല്ലം മുമ്പ് ഇത്രയും നമുക്കങ്ങ് മനസ്സിലാവുകയില്ല. എന്നാൽ ഇന്നിതെല്ലാം സാധ്യമാണ്. എന്നാൽ ഇന്നിപ്പോൾ എല്ലാം നാം ആയിരിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. ഇനിയും എന്തെല്ലാം വ്യത്യാസങ്ങൾ വരും. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതായ ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആരാണ് പറയാറെങ്കിലും? ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ മിഷിയ കാക്കു. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, അറിയപ്പെടുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ മിഷിയ കാക്കു എന്ന ശാസ്ത്രജ്ഞനാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. മിഷിയോ കാക്കു. ഈ കഴിഞ്ഞ ഒരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതായ ഒരു കോട്ടിംഗ് ഉണ്ട്. നാം ജീവിക്കുന്നതായ ഈ പ്രപഞ്ചം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതായ ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള എനർജി അതിൽ 4% മാത്രമേ മനുഷ്യന് കേട്ടുകേൾവിയുള്ളൂ എന്നുള്ള അറിവല്ല, കേട്ടുകേൾവിയുള്ളൂ. ഈ പ്രപഞ്ചത്തിലുള്ള എനർജി 4% മാത്രമേ മനുഷ്യന് കേട്ടുകേൾവിയുള്ളൂ. ബാക്കിയുള്ളതിനെക്കുറിച്ച് മനുഷ്യന് യാതൊരു അറിവുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ 96% മനുഷ്യനൊന്നും അറിയാൻ പാടില്ല. വെറും 4% മാത്രമേ മനുഷ്യന് ഇന്ന് അറിവ് കിട്ടിയിട്ടുള്ളൂ. 96% മനുഷ്യന് ഓരോ അറിവുമില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ പ്രപഞ്ചത്തിലുള്ളതായ വസ്തുക്കളുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് 5% വസ്തുക്കളെക്കുറിച്ച് മാത്രമേ മനുഷ്യന് ഇന്ന് അറിവുള്ളൂ എന്ന്.
95% വസ്തുക്കളെക്കുറിച്ച് മനുഷ്യന് അറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഡാർക്ക് മാറ്റേഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്, ഡാർക്ക് മാറ്റേഴ്സ്. അപ്പോൾ നോക്കണം, ഇന്ന് നമുക്ക് അത്ഭുതമായി തോന്നും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതും നമുക്കറിയാവുന്നതുമായ കാര്യങ്ങൾ. എന്നാൽ 5% മാത്രമേ നമുക്കറിവ് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത ഡാർക്ക് മാറ്റേഴ്സായി കിടക്കുന്നത് 95% കാര്യങ്ങളാണ്. ഇന്ന് ശാസ്ത്രം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ അമേരിക്കയിൽ നിന്നുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത്. ഞാൻ പറയുന്നതായ കാര്യങ്ങൾ നിങ്ങളങ്ങ് എത്രയോ ആയിരക്കണക്കിന് മൈലുകൾ ദൂരെ ഇരുന്നുകൊണ്ട് ഈ സമയം തന്നെ എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഞാനിത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇപ്പം നമ്മളായിരിക്കുന്നതൊക്കെ ഈ നമ്മുടെ ചുറ്റുമുള്ള വായുമണ്ഡലമുണ്ടല്ലോ, ആ കണികകൾ, അതിലിതെല്ലാം പറയുന്ന വാക്കുകളും എല്ലാം ശേഖരിക്കപ്പെടുന്നുവെന്നും അത് തിരിച്ചെടുത്ത് ശേഖരിക്കാനുള്ള, തിരിച്ച് റീകളക്ട് ചെയ്യാൻ, അത് റീപ്ലേ ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്നൊക്കെ ഇപ്പോൾ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ വരും. എന്നാൽ തിരുവചനം പറയുകയാണ്, ദൈവവചനം നമ്മോട് പറയുകയാണ്, ഞാൻ അവയൊക്കെയും നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുമെന്ന്. അന്ന് ജീവിതം ചെയ്തതായ കാര്യങ്ങളെല്ലാം എല്ലാവരും കാണത്തക്കവണ്ണം നിരത്തി വയ്ക്കും. എന്തെല്ലാമാണ്? നീ ശാസനയെ വെറുത്തത്, എൻ്റെ വചനങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞത്. നീ ശാസനയെ വെറുത്തത്, നിന്നെ ശാസിച്ചപ്പോൾ നീ ശാസനയെ വെറുത്തത്. നിന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തപ്പോൾ, ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ, ഓരോ വഴികളിൽ നടന്നത്, നീ വചനം കേട്ടവനാണ്, വചനം കേട്ടവളാണ്, ദൈവത്തിൻ്റെ വചനം അറിയാവുന്ന ജീവിതമാണ്. എന്നാൽ വചനത്തെ മാറ്റിക്കളഞ്ഞിട്ട് ദൈവവചനത്തെ പിറകിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് നിനക്കത് ചെയ്യാൻ പാടില്ലാത്തതാണ്, നീ അങ്ങനെ നടക്കാൻ പാടില്ലാത്തതാണ്, അപ്രകാരം പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ്. ദൈവവചനത്തെ നിന്റെ പിറകിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് നീ ചെയ്തതായ ഓരോ കാര്യങ്ങൾ, നീ ശാസനയെ വെറുത്തത്. എന്ത് ചെയ്താലും ദൈവമക്കൾ എന്ത് ചെയ്താലും ദൈവവചനപ്രകാരമായിരിക്കണം. വളരെ ഗൗരവമായി ആളുകൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇന്ന് ആത്മീക രംഗങ്ങൾ തന്നെ ഏറ്റവും അധപ്പതിച്ച് കിടക്കുന്നൊരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കാനുള്ളത് ആത്മീയ രംഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി സമർപ്പണത്തോടും തീരുമാനത്തോടും നിൽക്കുന്ന ഒരു ദൈവവേദനെ തെറ്റിച്ച് കളയാൻ തക്കവണ്ണം, വീഴ്ത്തി കളയാൻ തക്കവണ്ണം പിശാച് അവൻ അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് സകല തന്ത്രങ്ങളുമായി ഇറങ്ങി നിൽക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. നാം ഈ വചനത്തെ മുറുകെ പിടിച്ചു നോളണം. അതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്, നാം ഈ വചനത്തെ വിട്ട് മാറരുത് എന്ന്, ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊള്ളണമെന്ന്, ദൈവവചനം വിട്ട് മാറരുത് എന്ന്. പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ച് പരക്കുന്നു. ദൈവത്തിൻ ഉപദേശത്തിൽ തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ ജീവിതം പ്രമാണം വിട്ടു മാറരുത്. ഒരു വ്യക്തിയെ ശാസിക്കുമ്പോഴും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്തോണം നിന്നുകൊള്ളണം. എന്ത് കാര്യമായാലും ദൈവത്തിൻ്റെ വചനപ്രകാരം മുന്നോട്ട് പോയില്ല എങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ഏത് കാര്യമാണെങ്കിലും ദൈവവചനപ്രകാരം, ദൈവവചനത്തെ പിറകിലേക്ക് മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോയാൽ നാം തകർന്നു പോകും. തീർന്നില്ല, ഓരോന്ന് പറയുന്നുണ്ട്. നീ ശാസനയെ വെറുത്തു, എൻ്റെ വചനങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. ഒന്നല്ല രണ്ടല്ല, ദൈവവചനത്തെ മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോട് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു.
ശാന്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നിന്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോട് പങ്കുകൂടുന്നു. വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോട് അനുകൂലപ്പെടുന്നു. വ്യഭിചാരികളോട് പങ്കുകൂടുന്നു. ദൈവത്തിന് സ്തോത്രം. വ്യഭിചാരത്തിന് പോകുന്നില്ല, വേണ്ടാതിനൊന്നും പോകുന്നില്ല. എന്നാൽ വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ മൊബൈലിൽ നീ ആയിരിക്കുന്നതായ രംഗം, നീ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ട് ജീവിതത്തിൽ അശുദ്ധമായ കാര്യങ്ങൾ നീ വ്യഭിചാരികളോട് പങ്കുകൂടുന്നു. ദൈവമക്കളെ, വളരെ കരുതലോടെ മുന്നോട്ട് പോകണം. ആത്മീയ രംഗം കളിയായി നാം കാണരുത്. സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം. നാം ചെയ്യുന്നില്ലെങ്കിലും നാം ചിലതിനോടെല്ലാം പങ്കുകൂടുന്നുവോ? നിന്റെ വാവോ വഞ്ചന വിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി നീ സംസാരിക്കുന്നു. നിന്റെ സംസാരങ്ങൾ എങ്ങനെയാണ്? നിന്റെ സംസാരങ്ങൾ നിന്റെ സഹോദരന് വിരോധമായി നീ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുവോ? നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് നീ അപവാദം പറയുന്നുണ്ടോ? നീ ഇവ ചെയ്തിട്ട് നീ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, നീ ഇങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, ഞാൻ നിന്നോട് പകരം ചോദിക്കുന്നില്ല. നീ അങ്ങനെ സുഖമായി മുന്നോട്ട് പോവുകയാണ്. ഇവയെല്ലാം നീ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയാകുന്നുവെന്ന് നീ നിരൂപിച്ചു. ആരും അറിഞ്ഞില്ല, ആയുസ് കഴിഞ്ഞു, ഈ ലോകം കൊണ്ട് കടന്നുപോയി. എന്നാൽ ഞാൻ നിന്റെ കണ്ണിന് മുമ്പിൽ അവയൊക്കെ നിരത്തി വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. സമയം കടന്നുപോയല്ലോ. ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും നടക്കാം, എങ്ങനെയെങ്കിലും നമുക്ക് ജീവിക്കാം. എന്നാൽ ഒരു മരണ ദിവസമുണ്ട്. മരണ ദിവസം അറസ്റ്റ് ദിവസമാണ്. മരണദൂതൻ വന്ന് അറസ്റ്റ് ചെയ്ത് പ്രതിയെ കൊണ്ടുപോയി കസ്റ്റഡിയിൽ വയ്ക്കും. എന്നൊരു കുറ്റം ചെയ്താലോ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കും. കോടതി പറയും, ഇത്ര ദിവസം റിമാൻഡിൽ വെക്കണം, ഇത്ര ദിവസം തടവിൽ വെക്കണം. അറസ്റ്റ് ചെയ്ത് പ്രതിയെ കസ്റ്റഡിയിൽ നേരെ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വയ്ക്കുന്നു. അതുപോലെ മരണദൂതൻ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. മരണ ദിവസം എന്ന് പറയുന്നത് അറസ്റ്റ് ദിവസമാണ്. മരണദൂതൻ നിന്ന് അറസ്റ്റ് ചെയ്ത് ദൈവിക കോടതിയുടെ മുമ്പിൽ ഹാജരാക്കും. അവിടുത്തെ വിധി അനുസരിച്ച് അഗാധകൂപത്തിലാണോ അധമപാതാളത്തിലാണോ എവിടെയാണ്, ആ ദൈവീക കോടതിയുടെ വിധി അനുസരിച്ച് ഈ വെള്ളസിംഹാസനത്തിന് ന്യായവിധി വരെ കാവലാക്കി റിമാൻഡിൽ ആക്കുകയാണ്. അധമപാതാളത്തിൽ റിമാൻഡിൽ. ഈ റിമാൻഡിൽ കിടക്കുന്ന പ്രതികളെയെല്ലാം ന്യായവിധിക്കായി കൊണ്ടുവരുന്ന ദിവസമാണ് ഈ വെള്ളസിംഹാസനത്തിന് ന്യായവിധി. ഞാൻ അല്പം വേഗം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ ക്ലിയറായോ എന്ന് സംശയമുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞുകൊള്ളാം. ഞാൻ സമയം കടന്നുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ തലകൾ ദൈവത്തിൽ വണക്കാം. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഞാനും നിങ്ങൾ നിൽക്കുന്നത് നമുക്ക് ആർക്കും കളിക്കാനുള്ള രംഗത്തല്ല. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ എല്ലാം നിരത്തി വയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരും കാണുക. അന്ന് നമുക്ക് ന്യായം പറയാൻ കഴിയില്ല. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നമ്മുടെ കണ്ണിന് മുമ്പിൽ ചിലതെല്ലാം നിരത്തി വയ്ക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇടപെട്ടപ്പോൾ ഞാൻ ചെയ്ത പാപങ്ങൾ എൻ്റെ കണ്ണിന് മുമ്പിൽ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്, ഞാൻ തിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മുടെ പാപങ്ങൾ നിരത്തി വയ്ക്കുമ്പോൾ ഒരു കാഴ്ച കൂടി ആത്മാവ് കാണിച്ചു തരും. ആ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കും. ഇന്ന് ആ പാപത്തിന് പരിഹാരമുള്ള ദിവസമാണ്. അത് പിന്നെ ഒരിക്കലും ഓർക്കുകയില്ല. സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളയും. വിധി മാറ്റി തരുന്ന ദിവസമാണിന്ന്. നിൻ സ്നേഹാൽ സേവ ഞാൻ കൂപ്പുന്നു. ദൈവസനിൽ താഴാമോ? ദൈവസനിൽ വിനയപ്പെടാമോ? ഇന്ന് രക്ഷയുടെ സമയമാണ്. ഇന്ന് രക്ഷയുടെ ദിവസമാണ്. ഇന്ന് കൃപായുഗമാണ്. ഇന്ന് കർത്താവ് കൃപാസനത്തിലാണ് ഇരിക്കുന്നത്, ന്യായാസനത്തിലല്ല. അതുകൊണ്ട് തത്സമയത്ത് കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് വന്നുകൊള്ളുക. ഇന്ന് ഏതെങ്കിലും പാവങ്ങൾ ബോധ്യം കിട്ടുന്നുണ്ടോ? ഇന്ന് ഏതെങ്കിലും പാവങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടുന്നുണ്ടോ?
കർത്താവിൻ്റെ സന്നിധിയിൽ വീണുകൊള്ളുക. എല്ലാത്തിനും പരിഹാരമുണ്ട്, എല്ലാത്തിനും കഴുകലുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്. എന്നാൽ അന്ന് കണ്ണിന് മുമ്പിൽ നിർത്തി വയ്ക്കുമ്പോൾ പരിഹാരമില്ല. ന്യായ വിധിയിൽ അന്ന് വെള്ളസിംഹാസന ന്യായവിധിയിൽ രക്ഷയില്ല. തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. ഇന്ന് അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കർത്താവേ, എൻ്റെ പാപത്താൽ ഞാൻ ചാകാനിടവരരുതേ, ഞാൻ നശിച്ചു പോകാനിടവരരുതേ. എൻ്റെ പാപങ്ങളെല്ലാം കഴുകിത്തരണമേ. കർത്താവേ, ഞാൻ കള്ളനെ കണ്ടാൽ അവനോട് പങ്കുകൂടിയത്, കർത്താവേ, അവൻ അനുകൂലപ്പെട്ടത്, വ്യഭിചാരികളോട് ഞാൻ പങ്കുകൂടിയത്, എൻ്റെ നാവ് വഞ്ചന പറഞ്ഞത്, കൂട്ടുകാരന് വിരോധമായി ഞാൻ സംസാരിച്ചത്, സഹോദരങ്ങൾക്ക് വിരോധമായി ഞാൻ സംസാരിച്ചത് എല്ലാം നിൻ്റെ മുമ്പിലിരിക്കുന്നല്ലോ. കർത്താവേ, പരിഹാരം തന്ന് രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിച്ച് നിർത്തണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്വത്തോടും എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.